നമസ്കാരം. കയ്യിൽ ശംഖും നെൽക്കതിരുമുള്ള കാപ്പ്, മുത്ത് പതിപ്പിച്ച തലപ്പാവ്, തോളിൽ അംഗവസ്ത്രവും ദണ്ടും, ഇതാണ് അധികാരവേഷം. പക്ഷേ ഇതെല്ലാം അഴിച്ചു വെച്ച് സാധാരണ വേഷവും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റും അണിഞ്ഞാണ് രാജാവും പത്നിയും രാഷ്ട്രപ്രതിഭവന്റെ മുറ്റത്ത് നിന്നത്. ഇത് രാമൻ രാജമന്നാൻ രാജ്യത്ത് നിലവിലുള്ള 2 ആദിവാസി രാജവംശങ്ങളിലൊന്നായ ഇടുക്കി കാഞ്ചിയാറിലെ മന്നാൻ സമുദായത്തിലെ രാജാവ് കോവിൽമല രാജാവും ഭാര്യ ബിനുമോളും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനാണ് ഡൽഹിയിലെത്തിയത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല എന്ന തലസ്ഥാനം വിട്ട് രാജാവ് കേരളത്തിന് പുറത്തേക്കൊരു യാത്ര ഇതാദ്യമായാണ്. ഇവരുടെ ജീവിതത്തിലെ ആദ്യ വിമാനയാത്രയും ഇങ്ങോട്ടേക്ക് തന്നെയാണ്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് രാമൻ രാജമന്നാനു കൈമാറിയത്. എല്ലാ വർഷവും ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ദമ്പതികളെ സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കാറുണ്ട്. രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മറ്റ് നേതാക്കളെയും ഒക്കെ വളരെ അടുത്ത് നിന്ന് കണ്ടു. ഇരുവരും നടത്തിയ സൽക്കാരങ്ങളിലും പങ്കെടുത്തു. ഡൽഹി മെട്രോയുടെ ഭൂഗർഭപാതയിൽ യാത്ര ചെയ്തു. ഇടുക്കിയിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പത്ര വലിയ വെല്ലുവിളിയായിരുന്നില്ല. രാമൻ രാജമന്നാൻ പറഞ്ഞു. ഇതിനോടകം ഇന്ത്യ ഗേറ്റ് ഉൾപ്പെടെ ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം കണ്ടു. അടുത്ത ദിവസങ്ങളിൽ കുത്തമ്പിനാറും ആഗ്രയും സന്ദർശിക്കും. യാത്രയിൽ സഹായിക്കാൻ നിലമ്പൂരിൽ നിന്നുള്ള ITTP ഓഫീസർ C ഇസ്മായിലും ഒപ്പമുണ്ട്. തലസ്ഥാന സന്ദർശനം പൂർത്തിയാക്കി ഫെബ്രുവരി 2-ന് നാട്ടിലേക്ക് മടങ്ങും. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ മന്നാൻ സമുദായത്തിൽ നിന്ന് ഊരിന് പുറത്തേക്ക് ഒരാൾ ആദ്യമായി യാത്ര ചെയ്യുന്നത്. മുത്തച്ഛന്റെ അനുജനായിരുന്ന പാണ്ഡ്യനാണ് അന്ന് ഡൽഹിയിലെത്തിയത്. തലസ്ഥാന സന്ദർശനത്തിന് ശേഷം ഊരിൽ തിരികെ എത്തിയ അദ്ദേഹം ഡൽഹി പാണ്ഡ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സമുദായത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ഇപ്പോൾ പഠനത്തിനും ജോലികൾക്കുമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. സമുദായത്തിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഇതുപോലൊരു ദേശീയ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമാണ്. രാജമന്നാൻ എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം പൂർത്തിയാക്കിയ ആളാണ്. രാമൻ രാജമന്നാൻ സമുദായത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും കൃഷിയിലും സജീവമാണ്. മന്നാൻ സമുദായത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ രാജാവിന് പ്രത്യേക സ്ഥാനമുണ്ട്. ആചാര വസ്ത്രങ്ങൾക്ക് പുറമെ 2 മന്ത്രിമാരും ഭടന്മാരും സേവകരായിട്ടുമുണ്ട്.